ജോർജ് ഇടക്കിടക്ക് എന്നെ കുറിച്ച് കുറച്ച് പൊക്കി പറഞ്ഞു. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങളെല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ഒന്നാമത് രേണു ചേച്ചി ഭയങ്കര പാവാണ്, ഈ കാണുന്ന രേണുവല്ല. ഭയങ്കര ബിൽഡപ്പാണല്ലോ. മനുഷ്യന്മാരെ ഇങ്ങനെ അങ്ങോട്ട് പുകഴ്ത്തരുത്, അഹങ്കാരം മൂത്തമൂത്ത് ചിതയായി പോകുമ്പോ. രേണു ചേച്ചിനെ ഒരുപാട് പേര് യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. 100% ഞാൻ യോജിക്കുന്നു. ഇപ്പൊ അടുത്തും കൂടെ രേണുജിന്റെ വീട്ടില് സ്നേഹം തന്നെ ഒരു പ്രശ്നം വരുമ്പോ ഞങ്ങൾ ഒറ്റക്കെട്ടായിരിക്കും. ഒരു യൂട്യൂബർ പോയിട്ട് എന്താണത് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി. മോൻ ഏതാ? ഞാൻ ശ്യാമിന്റെ ഫ്രണ്ടാ. എന്റെ വായനൊന്നും കേക്കണ്ട. അയ്യോ ആശാനെ, ഇയാൾ അത്രക്കാരനല്ല, പഞ്ചപാവ. മനുഷ്യത്വം പറഞ്ഞ സംഭവം ഇല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വീട്ടില് പോയിട്ട് എന്താണ് ലൈവ് ഇട്ടിട്ട് കാണിച്ചോണ്ടിരിക്കുക. ഒരു പ്രൈവസി വേണ്ടേ? എന്താ ആണല്ലോ, ഒരു എല്ലാ വിറ്റ് കാശാക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. സംസ്കാരം. എടാ, നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? വളരെ മോശം. എനിക്ക് രേണു ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു, രേണു ചേച്ചി അങ്ങനത്തെ അത്തരം ഫ്രണ്ട്ഷിപ്പുകളും ചേച്ചി ദയവ് ഇത് ഒഴിവാക്ക്. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? എന്തിനാണ്, എന്ത് ഗുണമുണ്ടായിട്ടാണ് അങ്ങനത്തെ ഫ്രണ്ട്ഷിപ്പുകളൊക്കെ വെച്ച് നടക്കുന്നത്? കുറച്ച് നല്ലവരുടെ ഇടയിൽ ഒരു ചീത്തയാൾ വന്നാൽ ചീത്തയാൾ നല്ലവനാകുകയല്ല ചെയ്യുന്നത്, നല്ലവരും കൂടി ചീത്തയാകുകയാണ് ചെയ്യുന്നത്. ഈ പാലിൽ പാഷാണം കലക്കുന്നത് പോലെ. ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ചേച്ചിക്ക്, ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചേർത്ത് പിടിക്കും. മലയാളികൾ അങ്ങനെയാണല്ലോ. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള സത്യസന്ധമാരെ കണ്ടുകിട്ടാൻ പാടല്ലേ. മൂത്തവർ വാക്കും മുതുനെല്ലിക്കയും ആദ്യവും പിന്നെയും ഒക്കെ മധുരിക്കുന്നുള്ള കാര്യം നീ മനസ്സിലാക്കിയില്ല. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.